കുറ്റവാളി ചെന്താമരയെ പോലീസ് പിടികൂടിയെങ്കിലും പോത്തുണ്ടി ബോയൻ കോളനി നിവാസികൾക്ക് ആശങ്ക അകന്നിട്ടില്ല. ഉള്ളിലെ കനൽ കയറണമെങ്കിൽ പ്രതിക്ക് വധശിക്ഷ ഉറപ്പാക്കണമെന്നാണ് ആ നാട് ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ഇയാൾക്കെതിരെ പലതവണ പരാതി നൽകിയിട്ടും ഗവനിക്കാത്ത പോലീസിനും പ്രതിയുടെ മനസ്സാണെന്ന് നാട്ടുകാർ പറയുന്നു. ചെന്താമരയ്ക്ക് അർഹമായ ശിക്ഷ നൽകണമെന്നാണ് അയാളുടെ അമ്മയുടെയും ബന്ധുക്കളുടെയും ആവശ്യം. ഇനിയും പ്രതീക്ഷയുണ്ട്. ഇനി അയാളെ തൂക്കിക്കൊല്ലണം എന്ന് തന്നെയാണത്. എന്നാലല്ലേ ഞങ്ങൾക്കൊരു ആശ്വാസമായിട്ട് ആ നാട്ടിനാണെങ്കിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ഇനി അയാൾ കൊല്ലും തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണം. വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും പ്രതി അർഹിക്കുന്നില്ലെന്നും അരുങ്കൊല ചെയ്തിട്ടും മനസ്താപമില്ലാത്ത പ്രതിക്ക് വധശിക്ഷ നൽകിയാലേ നാടിനു മനസ്സമാധാനമുണ്ടാകൂ എന്നും നാട്ടുകാർ. പ്രതിക്ക് ജാമ്യം കിട്ടാൻ മുൻകൈയെടുത്തത് അമ്മയും സഹോദരനുമാണെന്ന വാർത്ത ചെന്താമരയുടെ കുടുംബം നിഷേധിച്ചു. അംഗീകരിക്കാൻ കഴിയാത്ത തെറ്റാണ് ചെന്താമര ചെയ്തതെന്ന് ആവർത്തിച്ച അമ്മയും സഹോദരന്റെ ഭാര്യയും പ്രതിക്ക് അർഹമായ ശിക്ഷ നൽകണമെന്നും കൂട്ടിച്ചേർത്തു. ഞങ്ങൾക്ക് ഈ ജാമ്യം ഇറങ്ങിയതായിട്ട് ഞങ്ങൾക്ക് ഒരൊറ്റ ബന്ധവുമില്ല. ഞങ്ങൾ കൊടുത്തിട്ടുമില്ല, ഞങ്ങൾ ഇറക്കിയിട്ടുമില്ല. അത് എവിടെ വേണമെങ്കിലും ഞങ്ങൾ പറയാം. ഞങ്ങൾ ചെയ്തിട്ടില്ല. ഈ ചെന്താമരയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞങ്ങൾക്കൊന്നും അയാൾക്ക് വർഷങ്ങളായി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ഒരു ലവ് മാരേജ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് പോയിട്ട് കുറേയായി. അപ്പം അവരവിടെ ഞങ്ങൾ ഇവിടെ തറവാട്ടില് ഒരു ബന്ധവുമില്ല. എപ്പോഴെങ്കിലും എന്താ അമ്മയെന്ന് പറഞ്ഞ് വരും പോകും. അതല്ലാണ്ട് കഴിക്കാനോ തിന്നാനോ ഒന്നും നിൽക്കില്ല. വരും അങ്ങനെ അമ്മൻ്റെ അടുത്ത് ഇത് തറവാട്ട് വീടായതുകൊണ്ട് അയാൾ വരുന്ന ഞങ്ങൾക്ക് അതിനെ എതിർക്കാൻ പറ്റില്ല. ഞങ്ങൾ എതിർത്തു പറഞ്ഞ് ഞങ്ങൾക്ക് ഭീഷണിയായല്ലോ. ഞങ്ങളെ വരുന്നതും ചെയ്താലും ഞങ്ങൾക്ക് പേടിയുണ്ട്. പ്രതി വധഭീഷണി മുഴക്കുന്നത് ചൂണ്ടിക്കാട്ടി പലതവണ പരാതി നൽകിയിട്ടും ഗൗരവത്തിലെടുക്കാനോ സുരക്ഷ ഉറപ്പാക്കാനോ തയ്യാറാവാത്ത പോലീസിൽ വിശ്വാസമില്ലെന്ന് അയൽവാസി പുഷ്പ പറഞ്ഞു. പോലീസിനും പ്രതിക്കും ഒരേ മനസ്സാണെന്നും പുഷ്പ. ഇയാളിനെയും കാട്ടിയുമായിട്ട് പോലീസുകാർക്കുമാണ്. ഇപ്പൊ കഴിഞ്ഞ കൊല ചെയ്ത് അതേ ഇതാണ് ഇപ്പൊ ഇയാൾ കാണിച്ചത്. എല്ലാം ഞാൻ കണ്ടു എന്നാണ് ഇപ്പൊ അവര് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാം ഞാൻ കണ്ടു. ഇതിന്റെ എല്ലാം കണ്ടുകിട്ടത് ഞാൻ ഭക്ഷണത്തിന് വേണ്ടി അതേ സമയത്തല്ല കഴിഞ്ഞ ആ സൈച്ചേച്ചിനെ കൊന്നപ്പോഴാണ്. അയാൾക്ക് അയാൾക്ക് പറയാം, അയാളുടെ ഇവർക്ക് പറയാം. ഒരു കുടുംബം മുഴുവൻ ഇല്ലാതാക്കിയ 2 പെൺമക്കളെ അനാഥരാക്കിയ കൊടും കുറ്റവാളിക്ക് പോത്തുണ്ടിക്കാർ മാപ്പ് നൽകാൻ തയ്യാറല്ല. ഒന്നും നിങ്ങൾ അറിയിക്കാതെ അവന് വിടുകയില്ല എന്ന് പറഞ്ഞ കോടതിയല്ലേ. ഇപ്പൊ വന്ന് ഈ 2 ചെയ്തില്ല. അത് ഒരു കുടുംബത്തിലെ ഈ മരിച്ചു. ആ മക്കൾക്കൊന്നും ഇല്ലാതെ ആയില്ലേ. ആ മക്കൾക്ക് ഒരു ന്യായ നീതി അവനെ വിടാൻ ഇല്ല. അവർക്ക് കൊല്ലാൻ പറ്റില്ലെങ്കിൽ പൊതുമക്കളുടെ അടുത്ത് കൊടുക്കട്ടെ. ഞങ്ങൾ കൊന്നുകൊണ്ടുപോയി കത്തിക്കാം. അതേസമയം ഒരു പ്രകോപനവുമില്ലാതെയാണ് ആദ്യ കൊലപാതകം പ്രതി നടത്തിയതെന്നും കോടതിയുടെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും 2019 കൊല്ലപ്പെട്ട സജിതയുടെ സഹോദരി പറഞ്ഞു. ഭീഷണിപ്പെടുത്തിയെന്ന് എന്തെങ്കിലും സജിത പറഞ്ഞിരുന്നോ? ഇല്ല, ഞങ്ങളുടെ അടുത്ത് ഒരു ഭീഷണി അവള് പറഞ്ഞിട്ടില്ല. ഒരു പ്രശ്നമില്ല. അങ്ങനെ ഭീഷണി ഉണ്ടെങ്കിൽ ഞങ്ങൾ കുനിശ്ശേരി കൊണ്ട് ഇരുത്തുമായിരുന്നു കുട്ടികളിനെ. അവളിനെ അങ്ങനെ പറഞ്ഞിട്ടില്ല. 48 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടിയത് ആശ്വാസമാണെങ്കിലും ഈ പ്രതി ചെന്താമര ഇനി ജാമ്യത്തിലിറങ്ങുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. വധശിക്ഷയുൾപ്പെടെ ഇയാൾക്ക് വേണം, അല്ലെങ്കിൽ അതിൽ കുറഞ്ഞതൊന്നും വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും ഈ പ്രതിക്ക് നൽകരുതെന്ന ആവശ്യം തന്നെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നതും. ആയിഷത്തുൽ ഷംന, ന്യൂസ് 18.